ഹായ് ഫ്രണ്ട്സ്, ഓഹരിവട്ടം മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ ഇനി മുതൽ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള പണം സെറോദ കടവായിട്ട് തരും. ഇന്നലെ വന്നിട്ടുള്ള പുതിയ ഒരു അപ്ഡേറ്റ് ആണ് MTF അല്ലെങ്കിൽ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. അതായത് സ്വിംഗ് ട്രേഡ് ചെയ്യാനും അതുപോലെ തന്നെ ഡെലിവറിയിൽ ട്രേഡ്സുകൾ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 5 ടൈംസ് വരെ മാർജിനാണ് സെറോദ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റോക്കിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് അത് 5, 3, 1 ഒക്കെ ആയിട്ട് വേരി ചെയ്തിരിക്കും. ഇനി ഈ ഒരു MTF എന്ന് പറയുന്ന ട്രേഡിംഗ് ഫെസിലിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഫീച്ചർ അപ്സ്റ്റോക്ക്, ഏഞ്ചൽ ബ്രോക്കിംഗ് പോലെയുള്ള ബാക്കി ബ്രോക്കേഴ്സിൽ ഓൾറെഡി ഇത് അവൈലബിൾ ആണ്. പക്ഷേ സെറോദ ഫസ്റ്റ് ടൈമാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു MTFൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിൽ ഇപ്പം എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കുന്ന ഒരു സ്റ്റോക്ക് ഒരു ഡിപ്പ് വരികയാണ്, അല്ലെങ്കിൽ നമുക്കതിലൊരു പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണ്. ഒന്നെങ്കിൽ ആ ഒരു സ്റ്റോക്കിലെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ന്യൂസിൻ്റെ പുറത്തോ, ഇല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു കറക്ഷൻ നടന്നതിൻ്റെ ഭാഗമായിട്ടോ. പക്ഷേ നമ്മളുടെ കയ്യിൽ ആ ഒരു സ്റ്റോക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പൈസയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾക്ക് ഏകദേശം ഒരു 10, 20, 25, 30 ദിവസങ്ങൾക്ക് ശേഷം എവിടെ നിന്നെങ്കിലും ഫണ്ട് വരുമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു MTF യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു സ്റ്റോക്കുകൾ വാങ്ങാനും, ആ ഒരു 30 ദിവസത്തിന് ശേഷം ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ക്യാഷ് കൊടുത്തുകൊണ്ട് സെറ്റിൽ ചെയ്തുകൊണ്ട് നമുക്ക് ഇത് നമ്മളുടേതായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടും സാധിക്കും. ഓക്കെ, കാരണം ചിലപ്പോൾ 30 ദിവസം കഴിഞ്ഞ് ക്യാഷ് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഈ ഒരു സ്റ്റോക്കുകളൊക്കെ ചിലപ്പോൾ തിരിച്ച് കയറിപ്പോയി എന്നിരിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ആഴ്ചകൾക്ക് മുമ്പ് അഡാനിയെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അഡാനിയുടെ പേരിലുള്ള കേസുമായി ബന്ധപ്പെട്ടൊരു ന്യൂസ് വരികയും അതിനെ തുടർന്ന് അഡാനി സ്റ്റോക്കുകളിലൊക്കെ 20-30% ഇടിവ് നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില സ്റ്റോക്കുകളിൽ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അഡാനി സ്റ്റോക്കുകളിൽ ലോങ് ടൈമിൽ വളരെ വലിയ രീതിയിൽ ഹോപ്പ് വെച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇടിവ് എന്ന് പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ വളരെ സഡൻ ആയിട്ടുള്ള ഒരു ന്യൂസ് ആയതുകൊണ്ട് ചിലപ്പോൾ എല്ലാവരുടെയും അക്കൗണ്ടിൽ ഫ്രീ ആയിട്ടുള്ള എമൗണ്ട് ഉണ്ടായിരിക്കണമെന്നില്ല. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഒരു MTF യൂസ് ചെയ്ത് സ്റ്റോക്ക് വാങ്ങുകയും ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ഒരു ഫണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ലോയിൽ നിന്ന്, അതായത് അഡാനി സ്റ്റോക്കുകൾ വീണ ലോയിൽ നിന്ന് ഏകദേശം 30-40% വീണ്ടും അത് തിരിച്ചു കയറി. അപ്പം ആ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ ഒരു ഡിപ്പിൽ ബൈ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ കിട്ടിയത്. സോ ഇനി അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മളുടെ കയ്യിൽ ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് സെറോദ യൂസേഴ്സിന് മിസ്സാകത്തില്ല. പകരം നിങ്ങൾക്ക് MTF യൂസ് ചെയ്തുകൊണ്ട് ഇത് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ഒരു MTF അല്ലെങ്കിൽ ഈ ഒരു മാർജിൻ ഒരിക്കലും ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടൂളാണെന്ന് ഞാൻ പറയുന്നില്ല. മാത്രമല്ല, റെഗുലറായിട്ട് നിങ്ങൾ സ്വിങ് ചെയ്യുന്നവരെ എല്ലാ ദിവസവും മാർജിൻ യൂസ് ചെയ്തുകൊണ്ട് സ്വിങ് ചെയ്യുന്നത് ഒരു നല്ലൊരു മെത്തേഡാണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. പകരം ഇങ്ങനെയുള്ള ചില ഓപ്പർച്യൂണിറ്റീസിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫണ്ട് വരാൻ 2 or 3 വീക്സ് ഡിലേ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പം ഒരു സ്റ്റോക്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനും ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഈ ഒരു ടൂള് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ഇതിൻ്റെ ഒരു പ്രധാന ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏകദേശം 0.04% ഇതിന് ഡെയിലി ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. അതായത് പെർ ഇയർ ഓൾമോസ്റ്റ് 15% മുകളിൽ നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. രണ്ടാമത്തത്, ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഇതുവഴി ഓർഡർ പഞ്ച് ചെയ്യുമ്പം നമുക്ക് ഡെലിവറി ബ്രോക്കറേജ് വരുന്നുണ്ട്. മൂന്നാമത്തെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്, ഈ ഒരു MTF യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റോക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം വൈകുന്നേരം 7 മണിക്ക് മുൻപേ നമുക്ക് ഈ ഒരു സ്റ്റോക്കുകൾ, നമ്മൾ മേടിച്ച സ്റ്റോക്കുകൾ പ്ലെഡ്ജ് ചെയ്ത് സെറോദയ്ക്ക് നമ്മൾ കൊടുക്കണം. സോ ഒരു സ്ക്രിപ്പ് നമ്മൾ പ്ലെഡ്ജ് ചെയ്യുന്നതിന് ഏകദേശം നമുക്ക് 30 rupees എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പം ഡെയിലി ഈ ഒരു മാർജിൻ ഫെസിലിറ്റീസ് യൂസ് ചെയ്തുകൊണ്ട് സ്റ്റോക്കുകൾ വാങ്ങുകയും ഡെയിലി ഇൻട്രസ്റ്റ് കൊടുക്കുകയും ഡെയിലി ബ്രോക്കറേജ് കൊടുക്കുകയും അതേപോലെ തന്നെ ഡെയിലി ഈ ഒരു പ്ലെഡ്ജിങ് ചാർജ് കൊടുക്കേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു എക്സ്പെൻസ് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഡെയിലി ഒരിക്കലും ഞാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നില്ല. പകരം നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഇപ്പോൾ നമ്മൾ സ്മോൾ ക്യാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 2 വീക്സ് കൊണ്ട് ഓൾമോസ്റ്റ് ആ ഒരു 10% കറക്റ്റ് ചെയ്തെടുത്ത് നിന്ന് ഇല്ലെങ്കിൽ ഇന്നലെ ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സ്മോൾ ക്യാപ്പ്. ഓക്കെ, അപ്പം ആ ഒരു ഡിപ്പൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് യൂസ് ചെയ്ത് ഇപ്പോൾ ഒരു 2 വീക്സ് MTFൽ സ്റ്റോക്ക് മേടിച്ച് ഹോൾഡ് ചെയ്ത് വിറ്റിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഹൈയിൽ വിൽക്കുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇങ്ങനെ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള സിനാരിയോയിൽ മാത്രമാണ് ഈ ഒരു MTF ടൂൾ യൂസ് ചെയ്യാൻ വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം ഇത് വളരെ നല്ലൊരു ടൂളാണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. ഇനി സെറോദയിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ കൂടെ കയറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതേപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് നമ്മളുടെ കോൺടാക്റ്റിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ എല്ലാവിധ സപ്പോർട്ടും തരുന്നതായിരിക്കും. ഇനി ഈ ഒരു വീഡിയോയിൽ നമുക്ക് സർവോദയയിൽ എങ്ങനെയാണ് MTF യൂസ് ചെയ്തുകൊണ്ട് ബൈ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ കൂടുതൽ റൂൾസും അതേപോലെയുള്ള റെഗുലേഷൻസ് ഒക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് സർവോദയയുടെ വെബ്സൈറ്റ് തന്നെ ചെക്ക് ചെയ്ത് പരിശോധിക്കാം. ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇത് സർവോദയയുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ഞാൻ റിലയൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഞാൻ ടാറ്റ മോട്ടർ എന്ന് പറയുന്ന സ്റ്റോക്ക് നമുക്കെല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്ക് ഞാനിവിടെ ആഡ് ചെയ്യുന്നു. ഇതിൻ്റെ ചാർട്ട് ഞാനിവിടെ ഓപ്പൺ ചെയ്യുവാണ്. ഓക്കെ, സോ ഈ ഒരു ചാർട്ട് ഞാനിവിടെ ഓപ്പൺ ചെയ്തു. ഈ ഒരു സ്റ്റോക്ക് ഏകദേശം 1200 റുപ്പീസിൽ നിന്ന് 800 റുപ്പീസിലോട്ട് ഓൾമോസ്റ്റ് 40% അടുത്തൊരു കറക്ഷൻ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്കിൽ മാത്രമല്ല, മൊത്തത്തിലുള്ള ഓട്ടോ സെക്ടറിൽ ഒരു ഇടിവ് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു ഓട്ടോ സെക്ടറിൽ ഒരു പോസിറ്റീവ് ന്യൂസോ അല്ലെങ്കിൽ ഓട്ടോ സെക്ടറിൽ ഒരു റിവേഴ്സലോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു 40%, 50% ഒക്കെ കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന സ്റ്റോക്കുകളിലൊക്കെ ചിലപ്പോൾ ഒരു 25-30% ഒക്കെ ഒരു റിവേഴ്സൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇൻഡെക്സ് ഇല്ലെങ്കിൽ ഇതിൻ്റെ സെക്ടർ കൂടി സപ്പോർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന അവസരത്തിൽ ഇല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു 40% കറക്റ്റഡ് പ്രൈസിൽ കിട്ടുക എന്ന് പറയുന്നതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. അപ്പം എന്താണ് ഈ ഒരു MTF ഫെസിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇവിടെ ടാറ്റ മോട്ടോഴ്സിൽ ഇവിടെ ബൈ ഓർഡർ കൊടുത്തു കഴിയുമ്പം ഇവിടെ നമ്മൾ റെഗുലർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, റെഗുലർ ഓർഡർ എന്നുള്ളത്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ ഓർഡർ വിൻഡോ ഓപ്പൺ ആവും സർവോദയയിൽ. ഇവിടെ ഇത്രയും നാൾ നമുക്ക് ക്യുക്ക്, റെഗുലർ, AMO, ഐസ്ബർഗ്, കവർ ഇത്രയും ഓർഡേഴ്സ് ആയിരുന്നു അവൈലബിൾ ആയിരുന്നത്. ഇപ്പം ഇന്ന് മുതൽ MTF മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്ന ടൂൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. റെഗുലറിൽ നമുക്ക് ഒരു സ്റ്റോക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ 800 രൂപ വേണം, അല്ലെങ്കിൽ നമുക്ക് 10 സ്റ്റോക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം 8000 രൂപയ്ക്കടുത്ത് ഇവിടെ ആവശ്യമാണ്. എന്നാൽ ഞാനത് MTF ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ MTFൽ നമ്മൾ ക്ലിക്ക് ചെയ്ത പാടെ തന്നെ നമുക്കിവിടെ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി എനേബിൾ ചെയ്യാനുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി എനേബിൾ ചെയ്യാൻ ചോദിച്ചു. നമ്മളിവിടെ എന്ത് ചെയ്യണം? എനേബിൾ ചെയ്യണം. എനേബിൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് എന്താണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പരിശോധിച്ചിട്ട് നമുക്ക് വന്നിട്ട് എന്താണ് എനേബിൾ ചെയ്തിട്ട് ഓർഡർ പഞ്ച് ചെയ്യുന്നത് നോക്കാം. സോ ഇവിടെ MTF എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി. ഇനി ലെറ്റ്സ് അസ്യൂം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപയാണ് നമ്മളുടെ അക്കൗണ്ടിലുള്ളത്. അതിന് നമുക്കെന്താണ് 1000 രൂപയാണ് ഷെയറിൻ്റെ പ്രൈസ്, 1000 രൂപയാണ് നമ്മളുടെ അക്കൗണ്ടിലുള്ളത്. സോ ഇഫ് ദ സ്റ്റോക്ക് ക്വാളിഫൈ 3 times മാർജിൻ MTF യു ക്യാൻ ബൈ അപ് ടു 3 ഷെയർ വിത്ത് 1000 റുപ്പീസ്. സോ നമ്മളെന്താണ് 3 ഷെയർസ് ഇവിടെ പർച്ചേസ് ചെയ്യുന്നു 3000 രൂപയ്ക്ക്. നമ്മളുടെ കയ്യിലുണ്ടായിരുന്നത് 1000 രൂപയാണ്. സർവോദ തന്നിട്ടുള്ള ഫണ്ട് 3000 മൈനസ് 1000 നമ്മളുടെ കോൺട്രിബ്യൂഷൻ, അതായത് 3000 ടോട്ടൽ ഇൻവെസ്റ്റഡ് എമൗണ്ട്, 1000 നമ്മളുടെ കോൺട്രിബ്യൂഷൻ, സർവോദ തന്നിട്ടുള്ളത് 2000 രൂപ. ഇനി സർവോദ തന്നിട്ടുള്ള 2000 രൂപയ്ക്ക് ഏകദേശം 0.04% ഇൻട്രസ്റ്റ് പെർ ഡേ നമുക്ക് വരും. ഇയർലി ഓൾമോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 15% അടുത്ത് വരും. ഇനി ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ വരുന്നത് 2000 രൂപയാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത് സർവോദയിൽ നിന്ന്. 0.04 വെച്ചിട്ട് ഓൾമോസ്റ്റ് 80 റുപ്പീസ് പെർ ഡേ നമുക്ക് വരും. 10 ദിവസം ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10 × 80 8 രൂപ നമുക്ക് എന്താണ് ചാർജസ് ആയിട്ട് ഇല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ട് വരും. ഇനി 20,000 രൂപയ്ക്ക് പകരം 2000 രൂപയ്ക്ക് പകരം 20,000 രൂപയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഏകദേശം 80 പൈസയ്ക്ക് പകരം നമുക്ക് അവിടെ 8 രൂപ വരും. 10 ദിവസം ഹോൾഡ് ചെയ്തതിന് നമുക്ക് 80 രൂപ ചാർജസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ട് വരും. സെയിം ടൈം നമ്മളിവിടെ 2 ലക്ഷം രൂപയ്ക്കായിരുന്നു ഹോൾഡ് ചെയ്തത് എന്നുണ്ടെങ്കിൽ പെർ ഡേ നമുക്ക് 80 രൂപ വരും. 10 ദിവസം ഹോൾഡ് ചെയ്തതിന് നമുക്ക് ഏകദേശം 800 റുപ്പീസ് 2 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഒരു 2 ലക്ഷം രൂപയുടെ ഒരു സ്റ്റോക്ക് മേടിച്ചിട്ട് ഒരു 20% മൂവ്മെൻറ്റ് ഒരു ക്യാച്ച് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് 4000 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതിൽ 800 റുപ്പീസ് നമുക്ക് എന്താണ് ചാർജസ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ചാർജസ് ഫോർ യൂസിങ് MTF യൂസ് ചെയ്യുന്നതിനുള്ള ചാർജസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഇതിനുള്ളിൽ ഇൻട്രസ്റ്റിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി ഇത് T+ ഡേ അൻഡിൽ ആർ സ്റ്റോക്ക് ഹോൾഡ്, അതായത് ഇത് ഇൻട്രസ്റ്റ് ഈസ് അപ്ലൈഡ് ഫ്രം T+ ഡേ, മേടിച്ച് അന്ന് മുതലല്ല, T+ ഡേ വാങ്ങിയ പിറ്റേ ദിവസം മുതലാണ് ഇതിൻ്റെ ചാർജസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അൻഡിൽ ദ സ്റ്റോക്സ് ആർ സോൾഡ്, നമ്മൾ വിൽക്കുന്നത് വരെ. ഇനി ഇതിൻ്റെ ബ്രോക്കറേജ് എന്ന് പറയുന്നത് 0.3% ഓർ 20 ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർവോദയയിൽ ഡെലിവറി നമുക്ക് ബ്രോക്കറേജ് ഇല്ല. പക്ഷേ ഈ ഒരു MTF യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ബ്രോക്കറേജ് വരുന്നതായിരിക്കും. ഇനി
ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ MTF യൂസ് ചെയ്ത് മേടിച്ച സ്റ്റോക്ക് എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ പ്ലെഡ്ജ് ചെയ്യണം. ഓക്കെ, ഞാനിവിടെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും വാട്ട് ഈസ് ദ കട്ട് ഓഫ് ടൈം പ്ലെഡ്ജിങ് MTF സ്റ്റോക്സ്. ദ സ്റ്റോക്ക് മസ്റ്റ് ബി പ്ലെഡ്ജ്ഡ് ബിഫോർ 7 PM ഓൺ T+ ഡേ. ഓക്കെ ഇത് നമുക്ക് നോക്കാം. ഹൗ ടു ബൈ സ്റ്റോക്സ് യൂസിങ് MTF. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും DDP മസ്റ്റ് ബി ആക്ടിവേറ്റഡ്. അതേപോലെ തന്നെ യു ക്യാൻ പ്ലേസ് ബൈ ഓർഡർ ഫ്രം ദ MTF സെക്ഷൻ ഓൺ ദ ഓർഡർ വിൻഡോ. അത് നമ്മൾ കാണിച്ചു, നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യും. ആഫ്റ്റർ പ്ലേസിങ് ദ ഓർഡർ യു വിൽ റിസീവ് എ പ്ലെഡ്ജ് റിക്വസ്റ്റ് ബൈ 5:30. 5:30 ആകുമ്പോൾ നമുക്ക് എന്താണ് ഒരു പ്ലെഡ്ജ് റിക്വസ്റ്റ് വരും. നമ്മൾ മേടിച്ച സ്റ്റോക്കിൻ്റെ പ്ലെഡ്ജ് റിക്വസ്റ്റ് സെയിം ഡേയിൽ തന്നെ നമുക്ക് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫോർ ദ MTF ഓർഡർ ടു ബി സക്സസ്ഫുൾ, നമ്മുടെ MTF ഓർഡർ സക്സസ്ഫുൾ ആകാൻ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പ്ലെഡ്ജ് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യണം. 7 മണിക്ക് മുൻപേ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അത് അപ്രൂവ് ചെയ്യണം. അപ്പം നമ്മൾ MTFൽ മേടിച്ച ഷെയർ എന്താവും, സരോദയുടെ പേരിലോട്ട് മാറും. ഓക്കെ, അപ്പം വാട്ട് ഈസ് ദ കട്ട് ഓഫ് ടൈം പ്ലെഡ്ജിങ് MTF സ്റ്റോക്സ്. നമ്മൾ മേടിച്ച് അന്ന് 5:30 റിക്വസ്റ്റ് വരും. 7 മണിക്ക് മുൻപേ നമ്മൾ എന്ത് ചെയ്യണം, അത് പ്ലെഡ്ജ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ പ്ലെഡ്ജ് ചെയ്ത് കൊടുത്തില്ല, നമുക്ക് പ്ലെഡ്ജ് ചെയ്യാൻ പറ്റിയില്ല, നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇഫ് യു ഡോണ്ട് പ്ലെഡ്ജ് യുവർ ഷെയർസ് ബിഫോർ ദ 7 PM കട്ട് ഓഫ്, ആ ഒരു ട്രേഡ് MTFൽ നിന്ന് മാറി ക്യാഷ് ആൻഡ് ക്യാരിയിലോട്ട് ആകും. അതായത് നിങ്ങൾ 1 ലക്ഷം രൂപയുടെ ഷെയർ MTF യൂസ് ചെയ്തുകൊണ്ട് 20,000 രൂപ കൊടുത്താണ് പർച്ചേസ് ചെയ്തത് എങ്കിൽ അന്ന് വൈകുന്നേരം നമ്മൾ ആ 1 ലക്ഷം രൂപയുടെ ഷെയർ പ്ലെഡ്ജ് ചെയ്ത് കൊടുക്കുന്നത് വഴി അത് MTF ഓർഡർ സക്സസ്ഫുൾ ആവും. ഇനി നമുക്കങ്ങനെ കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതെന്താവും, ക്യാഷ് ആൻഡ് ക്യാരി നോർമൽ ഡെലിവറി ട്രേഡായിട്ട് മാറും. അപ്പം നെക്സ്റ്റ് ഡേ എന്ത് സംഭവിക്കും, നമ്മളുടെ അക്കൗണ്ടിൽ ആകെ 20,000 രൂപയേ ഉള്ളൂ, നമ്മൾ 1 ലക്ഷം രൂപയുടെ പൊസിഷൻ എടുത്തു. സോ 80,000 റുപ്പീസ് എന്താവും, നമ്മളുടെ അക്കൗണ്ടിൽ നെഗറ്റീവ് ബാലൻസ് ആയിട്ട് വരും. ഇനി ഈ ഒരു നെഗറ്റീവ് ബാലൻസ് ആയിട്ട് വരുന്ന എമൗണ്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സരോദ വിൽ സെൽ ദ ഷെയർ പർച്ചേസ്ഡ് യൂസിങ് MTF ടു റിക്കവർ ദ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്. നമ്മൾ MTFൽ മേടിച്ച 1 ലക്ഷം രൂപയുടെ ഷെയർ ആ മൈനസ് എമൗണ്ട് എത്രയാണോ അതിൽ ഈക്വൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റി സെല്ല് ചെയ്തുകൊണ്ട് അവർ അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ, ഇനി ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലെഡ്ജ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു അല്ലേ, ബ്രോക്കറേജിനെ കുറിച്ച് പറഞ്ഞു, ഡെയിലി പ്ലെഡ്ജ് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി അല്ല, മേടിക്കുന്ന അന്ന് നമ്മൾ അതിനെ പ്ലെഡ്ജ് ചെയ്യണം. സോ പ്ലെഡ്ജ് ചെയ്യുന്നതിന് നമുക്ക് 30 റുപ്പീസ് GST പ്ലസ് ISIN പെർ പ്ലെഡ്ജ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാർജ് നമുക്ക് വരുന്നുണ്ട്, 30 റുപ്പീസ് പ്ലസ് GST. പക്ഷേ നമുക്ക് അൺപ്ലെഡ്ജ് ചെയ്യുന്നതിന് ചാർജ് ഇല്ല. ഓക്കെ, ഇനി സ്ക്വയർ ഓഫ് ചാർജ് 50 റുപ്പീസ് പെർ GST ഓട്ടോ സ്ക്വയർ ഓഫ് ചാർജിന് വരുന്നുണ്ടാവും. സോ ഇത്രയും ചാർജസ് നമുക്ക് വരുന്നുണ്ട്. അപ്പം ഇത് റെഗുലറായിട്ട് വാങ്ങി വിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ടൂളല്ല. കാരണം എന്താണ്, ഇത്രയും ചാർജസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ലോങ് ടൈമിലോട്ട് അക്യുമുലേറ്റ് ചെയ്യാൻ ഇവിടെ നമ്മൾ എനേബിൾ MTF കൊടുക്കുന്നു. സോ നമ്മളുടെ MTF ഇവിടെ എനേബിൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ലോങ് ടൈമിന് വേണ്ടിയിട്ടൊക്കെ സ്റ്റോക്ക് മേടിക്കാൻ ആഗ്രഹിക്കുന്നവരെ, ഒരുമിച്ച് ഇപ്പോൾ ഒരു ഫണ്ട് എടുക്കാനില്ലാത്തവർ തൽക്കാലം ഈ ഒരു സ്റ്റോക്ക് ഡിപ്പിൽ മേടിക്കുകയും വരുന്ന മാസങ്ങളിലോ ആഴ്ചകളിലോ ആയിട്ടൊക്കെ ഇത് തിരിച്ചടയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നല്ലൊരു ടൂളാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ വളരെ സഡൻ ആയിട്ടുള്ളൊരു ന്യൂസിൻ്റെ പുറത്തൊക്കെ ഒരു സ്റ്റോക്കിൽ ഡിപ്പ് കിട്ടുമ്പം പർച്ചേസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇനി നമുക്കിവിടെ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന് നോക്കാം. ബൈയിൽ ഇവിടെ MTF കാണാൻ വേണ്ടിയിട്ട് പറ്റും. റെഗുലറിൽ ഞാനിവിടെ 10 ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 8,000 റുപ്പീസ് എന്നോട് ഇവിടെ ചോദിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്നാൽ സെയിം ടൈം ഞാനിത് MTFലോട്ട് മാറ്റുമ്പം എനിക്ക് വെറും 1,700 രൂപയാണ് വരുന്നത്. അതായത് 8,000 റുപ്പീസ് ചോദിച്ചിടത്ത് എനിക്കിവിടെ വെറും 1,770 രൂപയാണ് ഇപ്പോൾ വേണ്ടത്. അപ്പം ലോങ് ടൈമിന് വേണ്ടിയിട്ടൊരു ഇപ്പോൾ ഒരു സപ്പോസ് ലോങ് ടൈമിന് ഒരു 1 ലക്ഷം രൂപയുടെ ഷെയർ മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട് എനിക്ക് ടാറ്റാ മോട്ടറിൻ്റെ. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 150 ക്വാണ്ടിറ്റി ഞാനിവിടെ റെഗുലറിൽ പർച്ചേസ് കൊടുക്കുമ്പോൾ ഏകദേശം അല്ലെങ്കിൽ ഒരു 130 കൊടുക്കുമ്പം 1,03,000 രൂപയാണ് എനിക്കിവിടെ വേണ്ടി വരുന്നത്. എന്നാൽ എൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ല, എൻ്റെ ഒരു ഡ്രീമാണ്. ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇനി അടുത്ത ആഴ്ച അടുത്ത മാസങ്ങളിലോ ആയിട്ട് ഫണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു ഡ്രീമാണ് ഈ ഒരു സ്റ്റോക്ക് 1 ലക്ഷം രൂപയുടേത് ഹോൾഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എന്താണ്, എനിക്ക് ഈ ഒരു മാർജിൻ ട്രേഡിംഗ് MTF യൂസ് ചെയ്തുകൊണ്ട് വെറും 23,000 രൂപ കൊടുത്തുകൊണ്ട് ഈ ഒരു സ്റ്റോക്കുകൾ മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എനിക്കിതിന് ഇൻട്രസ്റ്റ് വരും, ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് വരും. പക്ഷേ എന്താണ്, ആഴ്ചകളിലോ മാസങ്ങളിലോ ഒക്കെ ആയിട്ട് അത് തിരിച്ചടച്ചടച്ച് ഇല്ലെങ്കിൽ എനിക്ക് ഈ മുഴുവനായിട്ടും ഈ ഒരു സ്റ്റോക്ക് എൻ്റെ പേരിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ,
സോ ഇതാണ് ഈ ഒരു MTFൻ്റെ ഒരു യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ചാർജസ് റെഗുലറായിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് നല്ല ഒരു കാര്യമല്ല. ഓക്കെ, ഇനി എങ്ങനെയാണ് സ്റ്റോക്ക് അൺപ്ലെഡ്ജ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ MTFൽ മേടിച്ചതില്ല, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നില്ല. പക്ഷേ സെറോദയുടെ സൈറ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സെറോദേൻ്റെ സൈറ്റിൽ ഇല്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് സെറോദ MTF എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ MTF ഹോൾഡിങ്സ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ MTFന് എനിക്ക് തോന്നുന്നു ഇവിടെ MTFന് M എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഡെമോ വീഡിയോസൊക്കെ അവൈലബിൾ ആണ് സെറോദയുടെ സൈഡിൽ. ഇവിടെ ക്ലിക്ക് ഓൺ എക്സിറ്റ് ടു ദ സെൽ MTF ക്വാണ്ടിറ്റി. ഓക്കെ, ഇവിടെ സൈഡിൽ M എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. സോ ഇതിൻ്റെ ഡെമോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറോദയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. സോ ഒരു ബേസിക് ലെവലിലുള്ള ഒരു അവയർനെസ്, ബേസിക് ലെവലിലുള്ള ഒരു ഇൻഫർമേഷനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇനി അങ്ങനല്ല, വേറെ എന്തെങ്കിലും ജനറൽ ആയിട്ടുള്ള ട്രേഡിംഗ് വീഡിയോസ് റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.